പ്രിയപ്പെട്ടവരെ, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം വിഴിഞ്ഞത്തുള്ള അദാനി പോർട്ടിൻ്റെയും അതുപോലെ തന്നെ ഫിഷിംഗ് ഹാർബറിൻ്റെയും സമീപത്താണ്. ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ പോർട്ടായിട്ടുള്ള അദാനി പോർട്ട് വരുന്നത് ഈ പ്രദേശത്താണ്. പശ്ചാത്തലമൊരുക്കുന്ന കടൽ നമുക്കൊന്നും കാണാം. ആ ദൂരെ കാണുന്നൊരു ലൈറ്റ് ഹൗസാണ്. അവിടെ ഇപ്പോഴും പ്രകാശം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന ലൈറ്റ് ഹൗസ് വിളക്കുമാടത്തിൽ നിന്ന് ഇപ്പോഴും വെളിച്ചം കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പഴയ കാലത്ത് കപ്പലുകൾക്ക് വഴി കാണിക്കാൻ വേണ്ടി നിർമ്മിച്ചവയാണ് ഈ വിളക്കുമാടങ്ങൾ അല്ലെങ്കിൽ ഈ ലൈറ്റ് ഹൗസുകൾ. ഇന്നതിന് വലിയ ഉപയോഗമൊന്നുമില്ല എങ്കിൽ പോലും ഡയറക്ടറേറ്റ് ഓഫ് ഷിപ്പിങ്ങിൻ്റെ അണ്ടറിൽ ഇത്തരത്തിലുള്ള നമ്മുടെ ഇന്ത്യയിലൊട്ടാകെയുള്ള ഈ വിളക്ക് മരങ്ങൾ അല്ലെങ്കിൽ വിളക്കുമാടങ്ങൾ അല്ലെങ്കിൽ ലൈറ്റ് ഹൗസുകൾ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നമുക്ക് ബേപ്പൂരിൽ ഇതേപോലെ ഒന്നുണ്ട്, ആലപ്പുഴയിലുണ്ട്, അതുപോലെ തന്നെ നന്ദി ബസാറിൽ അതിമനോഹരമായ ഒന്നുണ്ട്. നമുക്ക് കയറി കാണാൻ പറ്റുന്ന അതിമനോഹരമായ ലൈറ്റ് ഹൗസ് നന്ദി ബസാർ, കൊയിലാണ്ടി നന്ദി ബസാറിലുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ആ കാണുന്നതൊക്കെ തന്നെ വളരെ ആഴം കൂടിയ കടലാണ് ഇവിടെ കാണുന്നത്. ഒരു ഹാർബറിന് ഒരു പോർട്ടിന് വേണ്ട എന്ന് പറഞ്ഞാൽ വലിയ കപ്പലുകൾക്ക് വന്ന് ചേരാൻ പറ്റുന്ന വിധം ആഴം കൂടിയ കടലാണ് ഇവിടെയുള്ളത്. ഈ കടലിന് സ്വാഭാവികമായ പാറക്കെട്ട് കൊണ്ടുള്ള ഒരു സംരക്ഷണ ഭിത്തിയുണ്ട്. അതാരും ഉണ്ടാക്കിയതല്ല, അത് സ്വാഭാവികമായിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കടലാക്രമണത്തെ സമർത്ഥമായി തടയാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത്. ഈ കാണുന്നത് ഞാനിപ്പോൾ ഈ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ഒരു പാറപ്പള്ളി ദർഗാ ഷെരീഫ് എന്ന് പറയുന്ന ഒരു മഖാമിൻ്റെ അല്ലെങ്കിൽ ഒരു പള്ളിയുടെ അടുത്താണ്. അതിൻ്റെ അപ്പുറം മുഹിയുദ്ദീൻ പള്ളി എന്ന് പറയുന്ന മറ്റൊരു പള്ളിയും കാണുന്നുണ്ട്. ആ രണ്ട് പള്ളിയുടെയും ഇടയിലൂടെ ഈ ഹാർബറിലേക്ക് ഇറങ്ങിപ്പോകാനുള്ള വഴിയുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കരയിൽ നിന്ന് കടലിലേക്ക് തള്ളി നിൽക്കുന്ന ഒരു പാറക്കെട്ടാണ്. ഈ പാറക്കെട്ടിൻ്റെ മേലെയാണ് ഈ രണ്ട് പള്ളികളും പണിതിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറമായിട്ട് ഈ കടൽ, ഈ കാണുന്ന ചാലിലാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ധാരാളം അപകടങ്ങളുണ്ടായി. ഈ പോർട്ട് വരുന്നതോടുകൂടി അവിടെ ഒരു സംരക്ഷണ ഭിത്തി, അവിടെ അപ്പുറം ആഴം കൂട്ടി കഴിഞ്ഞപ്പോൾ കടലിൻ്റെ ആഴം കൂട്ടി കഴിഞ്ഞ സമയത്ത് ഇവിടെ വള്ളങ്ങളൊക്കെ മറിയാനിടയായി എന്ന് പറയുന്ന ആക്ഷേപങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ വള്ളങ്ങൾ മറിയാനുള്ള കാരണം ഈ ശക്തി കൂടിയ തിരകൾ ഇവിടെ വരുന്ന സമയത്ത് ആ തിരകൾക്ക് അപ്പുറത്തേക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ ഇതിൻ്റെ അകത്ത് തന്നെ ചലനങ്ങൾ, പ്രകമ്പനങ്ങൾ സൃഷ്ടിക്കുന്നത് കൊണ്ടാണ് ഇവിടെ ഈ വള്ളങ്ങൾ മറിയുന്നത്. ഇതാ അവിടെ നിങ്ങൾക്ക് ഒരു വള്ളം പോകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഔട്ട്ബോർഡ് എഞ്ചിൻ ഘടിപ്പിച്ചൊരു വള്ളമാണ്. അതിൻ്റെ മുന്നിലും മറ്റൊരു വള്ളം കാണുന്നത്, അതും എഞ്ചിൻ ഘടിപ്പിച്ച വള്ളമാണ്. ചിലതൊക്കെ തുഴഞ്ഞു പോകുന്ന വള്ളങ്ങളുണ്ട്. ഇങ്ങനെ ഈ വള്ളങ്ങളൊക്കെ തന്നെ ആ കടന്നു പോകുന്നത്. അവിടെ കാണുന്ന വലിയ ക്രെയിൻ അദാനി പോർട്ടിൻ്റെ ക്രെയിനികളാണ്. അവിടെ വെച്ചിട്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ചൈനീസ് കപ്പലിന് വാട്ടർ സല്യൂട്ട് നൽകി സ്വീകരിച്ചത്. ആ ഭാഗത്താണ്. പോർട്ടിൻ്റെ പണി പകുതിയൊന്നും പോലും പൂർത്തിയായിട്ടില്ല എങ്കിൽ പോലും ഇത് കയറ്റാനും ഇറക്കുവാനും വലിയ കണ്ടെയ്നറുകൾ കയറ്റാനും ഇറക്കാനുമുള്ള ക്രെയിനുകളും അതിനുള്ള സംവിധാനങ്ങളും ഒക്കെ അവിടെ പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആ കാണുന്നതാണ് ഈ ഫിഷിംഗ് ഹാർബർ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആ പോർട്ടിൻ്റെ ഈ സൈഡിലൂടെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഉള്ളിലേക്ക് കയറി കിടക്കുന്ന ഭാഗമാണ് ഇവിടുത്തെ വിഴിഞ്ഞം ഫിഷിംഗ് ഹാർബർ എന്ന് പറയുന്നത്. ഇത് പരമ്പരാഗതമായിട്ട് ഇവിടെയുള്ള ഒരു ഫിഷിംഗ് ഹാർബറാണ്. ആയിരക്കണക്കിന് ബോട്ടുകളാണ് അവിടെ കൊണ്ടുവന്ന് നിർത്തിയിരിക്കുന്നത്. പലതും മത്സ്യബന്ധനത്തിന് പോയി കഴിഞ്ഞു വരുന്നവയാണ്. ചിലരൊക്കെ മത്സ്യബന്ധനത്തിന് പോകാൻ ഇരിക്കുന്നവരാണ്. ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ അതിശയോക്തിയല്ല, അത്രയധികം ബോട്ടുകളുണ്ട്. ഇവിടെ നിന്ന് ഒരു ചെറിയ ഭാഗം മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതങ്ങനെ ഉള്ളിലേക്ക് ഒരുപാട് നീണ്ടു കിടക്കുന്നുണ്ട്. മറ്റ് വീഡിയോകളിൽ ഞാനത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു വിഴിഞ്ഞം പദ്ധതിയുടെ അല്ലെങ്കിൽ വിഴിഞ്ഞം പോർട്ടിൻ്റെ അല്ലെങ്കിൽ തുറമുഖത്തിൻ്റെ ചിത്രങ്ങൾ. എന്തായാലും തിരുവനന്തപുരം വരുന്ന ആളുകളൊക്കെ തന്നെ ഈ വിഴിഞ്ഞം ഒന്ന് കാണേണ്ടതാണ്. ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത്. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിച്ചുള്ള ഒരു ഔത്സുക്യം കൊണ്ടാണ് ഇവിടെ എത്തിച്ചേർന്നുള്ളത്. നമുക്കിപ്പോൾ വളരെ സൗകര്യപ്രദമാണ് ഇവിടെ എത്തിച്ചേരാൻ. കാരണം തിരുവനന്തപുരം വരെ, അതായത് കൊച്ചുവേളി വരെ നമ്മുടെ ഒരു ട്രെയിൻ, നമ്മുടെ രാജ്യറാണി എന്ന് പറയുന്ന നിലമ്പൂരിൽ നിന്ന് തുടങ്ങുന്ന ട്രെയിൻ കൊച്ചുവേളിയിൽ അവസാനിക്കും. കൊച്ചുവേളിയിൽ നിന്ന് പിന്നെ തിരുവനന്തപുരത്തേക്ക് എത്താൻ മുമ്പ് ബസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് വൈകിയതിന് ശേഷം മറ്റ് ട്രെയിനുകൾ ആശ്രയിക്കേണ്ടി വരുമായിരുന്നു. പക്ഷേ എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ രാജ്യറാണി എന്ന് പറയുന്ന ട്രെയിൻ തന്നെ കൊച്ചുവേളിയിൽ നിന്ന് നമ്പർ മാറിയൊരു പാസഞ്ചറായി നാഗർകോവിലിലേക്ക് പോകുന്നുണ്ട്. 6:30-ക്കാണ്, ഏതാണ്ട് 5 മണിക്ക് മുമ്പായിട്ട് കൊച്ചുവേളിയിലെത്തുന്ന രാജ്യറാണി 6:30 അവിടുന്ന് പുറപ്പെട്ട് പിന്നെ തിരുവനന്തപുരം നേമം കഴിഞ്ഞ് ബാലരാമപുരം എന്ന് പറയുന്ന സ്ഥലത്തെത്തും. ബാലരാമപുരമാണ് ട്രെയിനിന് സ്റ്റോപ്പുള്ള ഒരു സ്ഥലം. ഇനി അവിടെ ചില ട്രെയിനുകൾക്ക് സ്റ്റോപ്പ് കണ്ടില്ല എന്ന് വരാം. എങ്കിൽ അടുത്ത സ്റ്റേഷൻ, അതിൻ്റെ അപ്പുറത്തുള്ള സ്റ്റേഷനിൽ ഇറങ്ങുക. ആ സ്റ്റേഷൻ്റെ പേര് നെയ്യാറ്റിൻകര എന്ന് പറയുന്ന സ്റ്റോപ്പിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് നമുക്ക് ഇവിടേക്ക് ബസ് കിട്ടും. ബാലരാമപുരത്ത് നിന്നാണെങ്കിൽ ഒരു 10 കിലോമീറ്റർ മാത്രമേ, പടിഞ്ഞാറോട്ട് 10 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ വിഴിഞ്ഞത്ത് എത്തിച്ചേരാൻ പറ്റും. അപ്പോൾ ഒരു ദിവസം വരുന്ന ആളുകൾക്കാണെങ്കിൽ രാവിലെ രാജറാണിക്ക് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്ത് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിൽ ആ ആവശ്യങ്ങൾ നിർവഹിച്ചതിന് ശേഷം ഇവിടെ വന്ന്
ഇത് കണ്ടതിന് ശേഷം അതേ ട്രെയിനിൽ തന്നെ നമ്മുടെ രാത്രിയിലുള്ള ട്രെയിനിൽ തന്നെ പോയി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ നമുക്ക് നമ്മുടെ അങ്ങാടിപ്പുറത്ത് അല്ലെങ്കിൽ 4-5 മണിയാകുമ്പോഴേക്കും നമ്മുടെ നിലമ്പൂരിൽ എത്തിച്ചേരാനുള്ള സൗകര്യമുണ്ട്. ഇതാണ് വിഴിഞ്ഞം തുറമുഖത്തിനെക്കുറിച്ചുള്ള ചിത്രങ്ങൾ. അപ്പോൾ പറ്റുന്ന ആളുകളൊക്കെ തന്നെ ഇവിടെ വന്നൊന്ന് കാണുക. വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് വിഴിഞ്ഞം എന്ന് പറയുന്നത്.